കുറച്ച് അരിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലായത് കൊണ്ട് വന്നു. പിന്നെന്തിനാ എന്നെ വിളിച്ചേ? നിന്റെ ചേച്ചിയില്ലേ? ഇവിടെ എല്ലാം പണി സാധനങ്ങൾ കിടക്കുന്നു. ആശാനെ ഇതെല്ലാം പണി സാധനങ്ങളാ. അപ്പം നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഞാനാണേൽ റാന്നി പോയിട്ട് വരുവാണ്. ഇപ്പോൾ പോകുന്ന വഴി എനിക്ക് അലീനെ കിട്ടി. അലീനയുടെ കൂടെ വീട്ടിലോട്ട് പോവാം. എന്താണ് കാര്യം അലീനെ? എൻ്റെ സയൻസ് ഫെയറിൻ്റെ സാധനം ഉണ്ടാക്കാൻ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി പോവാം. അപ്പം അലീനയ്ക്കൊരു സപ്പോർട്ടിന് വേണ്ടി എന്നെ വിളിച്ചു. ഒരു സപ്പോർട്ട് ചെയ്തേക്കാം അല്ലേ? അതെ അതെ. ജനുവരി കിട്ടിയ എന്തിൻ്റെ? അന്നത്തെ തൈക്കോണ്ടയുടെ കാണിച്ചേ. അലീനെ കിട്ടിയ മെഡൽ നോക്കട്ടെ. തിരുവനന്തപുരത്ത് അങ്ങോട്ട് പോയെന്ന് പറഞ്ഞല്ലേ? എറണാകുളം. ഉണ്ട്. ചുമ്മാ പോയി കിട്ടിയതാണ്. കുറച്ച് അരിയൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞപ്പോൾ അവർ മനസ്സിലായത് കൊണ്ട് വന്നു. ശരി, കൊച്ചിന് അടി കിട്ടിയില്ലേ? പിന്നെ ഒരു മെഡൽ കൊടുത്തേക്കാം അതല്ലേ? ഞങ്ങൾ കുടിച്ചു പച്ചവെള്ളം. സോഷ്യൽ സയൻസിന് ഒരു ബേസ് ഉണ്ടാക്കി നമ്മൾ വെച്ചു. ഇതിനി കറുത്ത ചാർട്ട് നമ്മുടെ കയ്യിലില്ലാത്തതുകൊണ്ട് നമ്മൾ റോഡ് പെയിൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാം. ഇത്രയും ചെയ്തു. അപ്പം അമ്മയും വന്നിട്ടുണ്ട്, അലീന ഇവിടെ ഉണ്ട്. ഇതിൻ്റെ അകം ഇത് 2 ബോക്സ് എവിടം വരെ ഇങ്ങനെ വെച്ചോ. ഇവിടെ നിന്ന് ഇങ്ങനെ റോഡ് പോകുന്നേ. ഇതിവിടെ വരെ നമുക്കിതിൻ്റെ അകത്ത് 4 റോഡാണുള്ളത്. ഇതൊരു റോഡ്, പിന്നെ ഇവിടെ ഈ റോഡ് ഇങ്ങനെ വന്നിട്ട്, ഇവിടുത്തെ റോഡ് ഇങ്ങനെ വന്നിട്ട് ഇതിൻ്റെ മേളിൽ കൂടെ കയറി ഇങ്ങനെ ഇറങ്ങി ഇതുവഴി പോകും. ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത്. അലീന എനിക്കാണെങ്കിൽ ഒരു ഫോട്ടോ ഒക്കെ കാണിച്ചു തന്നിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അതേപോലെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇപ്പം പെയിൻ്റ് അടിക്കാൻ ബ്രഷൊന്നും ഇല്ലാത്തതുകൊണ്ട് എങ്ങനെയാണ് പണി? ഉള്ളൂ. ഇവിടെ ഗാർഡനോ അങ്ങനെ എന്തൊക്കെ സംഭവങ്ങളുണ്ട് അതില് ഫോട്ടോയില്. പിന്നെന്തിനാ എന്നെ വിളിച്ചേ? നിന്റെ ചേച്ചിയില്ലേ? നോക്കിക്കേ, എനിക്ക് മനസ്സിലായി. ഇത്രയും ഒട്ടിച്ചെടുക്കാൻ വേണ്ടി ഒരു വന്നില്ല, പെയിന്റ് അടിക്കാൻ വേണ്ടി പിടിച്ചോണ്ടിരുത്തിയേക്കുക അല്ലേ? ഫോണിൽ കൊത്തിക്കൊണ്ടിരുന്ന ഓടിക്കാന്ന് പറഞ്ഞാൽ അലീന പെയിന്റ് അടിക്കുക. നടക്കുന്ന വരെ കാണണ്ട, നമ്മൾ ഒട്ടിക്കുക. പെട്ടെന്ന് ചെയ്തേ വേഗം. ഞാനിങ്ങനെ വീഡിയോ എടുത്തോണ്ടിരുന്ന പറ്റത്തില്ല, എനിക്ക് ഡിവൈഡർ ഒക്കെ ഉണ്ടാക്കണം. എനർജി കൂടിയപ്പോ വീഡിയോ എടുത്തു. അപ്പൊ ഇന്നലെ ഇത്രയും ചെയ്ത് വെച്ചിട്ടാണ് ഞാൻ വീട്ടിൽ പോയത്. വീണ്ടും രാവിലെ വന്നു, ബാക്കി ചെയ്യാം. ഇനി ഇത് ഒത്തിരി പണി കിടക്കുന്നു. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ സക്സസ്ഫുള്ളി ഇത്ര ആക്കിയിട്ടുണ്ട്. ഇനിയും കിടക്കുന്നേ ഉള്ളൂ, ഒന്നും ആയിട്ടില്ല. രാവിലെ ഒട്ടിരിക്കുക. ഇത്രയൊക്കെ ആയിട്ടുണ്ട്, ഇനിയുണ്ട്. യെസ്, ഞാനിവിടെ ഇരുന്നും കടന്നൊക്കെ ആയിരുന്നു. അപ്പം ഞങ്ങളിനി ബാക്കി ചെയ്തിട്ട് കാണിക്കാവേ. അപ്പം ഇന്നലെ ആണെങ്കിൽ നമ്മൾ ഇത്രയും കംപ്ലീറ്റ് ആക്കിയിട്ടാണ് പോയത്. ഇവിടെ എല്ലാം ആരോയൊക്കെ കൊടുത്തു, റോഡിന് പെയിൻ്റ് അടിച്ചു, ഡിവൈഡറൊക്കെ കൊടുത്ത് ഇനി ഇത്രയും നമ്മൾ കംപ്ലീറ്റ് ആക്കി. ഇന്നാണെങ്കിൽ ഈ പിങ്ക് കളർ കാണുന്ന ഈ 4 സൈഡിൽ ഓരോ സംഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കണം. ഇവിടെ ഒരു ഗാർഡൻ, ഒരു പാർക്കിംഗ് ഏരിയ, പിന്നെന്താടാ ഒരു പോണ്ട് വരും, ഒരു വീട് സംഭവമൊക്കെ.
അങ്ങനെ ഈ 4 മൂലയ്ക്കും ഓരോന്ന് വീതം ചെയ്യണം. ഇന്ന് അതാണ് ചെയ്യാനുള്ളത്. പിന്നെ ഈ ഒരു ഭാഗത്ത് കുറച്ച് ആരമൊക്കെ കൊടുക്കാനുണ്ട്, ലൈൻസ് മാർക്ക് ചെയ്യാനുണ്ട്. ഈ 4 സൈഡിലും അവിടെ ഇങ്ങനെ 4 സൈഡിലും. പിന്നെ കുറച്ച് ടച്ചപ്പ് പണിയൂടെ കഴിയുമ്പം നമ്മുടെ ഈ ഒരു സ്റ്റിൽ മോഡൽ റെഡി. കാർഡ്ബോർഡ് ഇങ്ങനെ വളച്ചിട്ട് ചാർട്ട് പേപ്പർ ഒട്ടിച്ച് മഞ്ഞ കളറ്, എന്നിട്ട് അതേൽ ബ്ലാക്ക് കളർ പെയിൻറ്റ് കൊടുത്ത് ഫെവിക്കോൾ വെച്ചാണ് ഒട്ടിച്ചേക്കുന്നത്. ഇതെല്ലാം കാർഡ്ബോർഡാണ്. പൊട്ടിക്കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അതാണ് ഇത് ഫുൾ കംപ്ലീറ്റ് ആവാനും ലേറ്റ് ആവുന്നത്. ഇന്ന് പക്ഷേ കംപ്ലീറ്റ് ചെയ്യും. ആരാക്കും? ഇവിടെ എല്ലാം പണി സാധനങ്ങൾ കിടക്കുന്നു. ആശാന ഇതെല്ലാം പണി സാധനങ്ങൾ. ഇവളോട് ഇന്നലെ പറഞ്ഞതാ ഞാൻ വീട്ടിൽ പോകുന്ന നേരം ഇവിടെ ഒന്ന് ഒട്ടിക്കണമെന്ന്. ഇവിടെ ഞാൻ ഒട്ടിച്ചായിരുന്നു. ഇവിടെ ഒട്ടിക്കണമെന്ന് പറഞ്ഞു, ചെയ്തില്ല, മറന്നുപോയി. ഇതെല്ലാം വൃത്തിയാക്കണം ഇനിയും. വെള്ള പെയിൻ്റൊക്കെ അടിച്ച് പശേ ഇതെല്ലാം കറുത്തിരിക്കുന്നെല്ലാം പശ, അതെല്ലാം ഒന്ന് വെള്ള കളർ പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കണം. ചെറിയ ചെറിയ തെറ്റുകളൊക്കെ ഉണ്ട് ഈ ചെയ്തതിൽ, എന്നാലും കുഴപ്പമില്ലല്ലേ, അഡ്ജസ്റ്റ് ചെയ്യാം. ഞാൻ +1 +2 പഠിക്കുമ്പോൾ പോലും ഇത്ര ആത്മാർത്ഥമായിട്ട് ചെയ്തിട്ടേ ഇല്ല. ഇതിവക്കായിട്ട് ബാക്കി ചെയ്യട്ടെ. അങ്ങനെ നമ്മുടെ സ്റ്റിൽ മോഡൽ ഇവിടെ റെഡിയാക്കി, ഫുൾ കംപ്ലീറ്റ് ആയി. ഇനി ഈ ഒരു ഭാഗത്ത് 2-3 ആനിമൽസിനെ വെക്കണം. പിന്നെ ഇതിൻ്റെ അകത്ത് ചെറിയ കാറും JCB ഒക്കെ ഇല്ലേ, അങ്ങനെ ഓരോന്ന് വെക്കണം. അത് മാത്രമേ ഉള്ളൂ. അത് നമ്മൾ കടയിൽ നിന്ന് മേടിക്കും. എനിക്കൊരു മോഡൽ കാണിച്ചു തന്നൊരു ഫോട്ടോയാണ്, അതേപോലെ ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒറ്റ സ്കൂളിൽ പോകാനൊരുക്കി നിൽക്കുന്നു. വീടൊക്കെ കൊള്ളാമല്ലേ? 2 നില വീടാണ്. ഫ്ലാറ്റ് തന്നെ ഞാൻ പണിതു. പിന്നെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണെന്നറിയോ? ഈ ബെഞ്ച് അടിപൊളി, എനിക്കിഷ്ടപ്പെട്ടു.